മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഊന്നുകല്ലിൽ മോഷണം നടന്ന കടകൾ ആന്റണി ജോൺ എം.എൽ.എ സന്ദർശിച്ചു. ഊന്നുകല്ലിൽ മോഷണം നടന്ന കടകൾ ആന്റണി ജോൺ എം.എൽ.എ സന്ദർശിച്ചു. ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് ഊന്നുകൽ ടൗണിലെ 2 കടകളിൽ മോഷണം നടന്നത്. ഹാർഡ്വെയർ സ്ഥാപനമായ പെരിയാർ ബ്രദേഴ്സ്, പലചരക്ക് കടയായ അറമംഗലം സ്റ്റോഴ്സ് എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പ്രദേശത്ത് ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് ഊരിമാറ്റി വൈദ്യുതി തടസ്സപ്പെടുത്തിയ ശേഷമാണ് 2 കടകളിലും മോഷണം നടത്തിയിട്ടുള്ളത്. ഇതിന് സമാനമായ മോഷണങ്ങൾ മറ്റ് പല സ്റ്റേഷൻ ലിമിറ്റിലും നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഊന്നുകൽ ടൗണിൽ ബുധനാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമാണ് 2 കടകളിൽ പെരിയാർ പ്രദേശത്തിലും തൊട്ടപ്പുറത്തുള്ള അറമംഗലം സ്റ്റോഴ്സിലുമാണ് അർദ്ധരാത്രിക്ക് ശേഷം മോഷണം ഉണ്ടായിട്ടുള്ളത്. സമീപത്തുള്ള ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് ഊരി മാറ്റിയ ശേഷം വൈദ്യുതി തടസ്സപ്പെടുത്തിയതിനു ശേഷമാണ് ഈ 2 കടകളിലും മോഷണം നടന്നിട്ടുള്ളത്. ഇതിന് സമാനമായ മോഷണങ്ങൾ ഇപ്പോൾ ഇത് ഏതാണ്ട് ഈ സംഭവങ്ങൾക്ക് പിന്നിലെല്ലാം ഒരേ സംഘം തന്നെയാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. ഏതായാലും പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചുകൊണ്ട് തന്നെ ശക്തമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടുള്ള ഊർജിത അന്വേഷണം നടത്തുന്നുണ്ടെന്ന് MLA പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഊന്നുകൽ യൂണിറ്റ് പ്രസിഡന്റ് ബോസ് വർഗീസ്, ജോയ് P. മാത്യു, PM ഹൈദ്രോസ്, അമൽദേവ് എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകമായി നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഏതായാലും മോഷണത്തിന് നേതൃത്വം നൽകിയവരെ അല്ലെങ്കിൽ ആ സംഘത്തെ വേഗത്തിൽ കണ്ടെത്താൻ കഴിയുന്ന നിലയിലുള്ള വളരെ ഊർജിതമായ അന്വേഷണം തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. വ്യാപാരി സംഘടനാ പ്രതിനിധികളും പൊതുപ്രവർത്തകരുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായ ജാഗ്രത തുടർച്ചയിൽ. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.